മലയാളി വാർത്ത ഹിഡൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. എല്ലാ പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിക്കഴിയുമ്പോൾ പൊതുജനങ്ങൾ വളരെ ഉദാരമായി സംഭാവന ചെയ്യും. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക്. പക്ഷേ ആദ്യമായിട്ട് ഈ പണം പോകുന്നത് സർക്കാരിൻ്റെ തന്നെ ദുരിതാശ്വാസം ചെയ്യുന്നതിന് വേണ്ടിയാണ്. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും കോൺട്രാക്ടർമാരുടെ ബില്ലുകളും അതുകൂടാതെ ദുരന്ത നിവാരണത്തിനു വേണ്ടി പ്രയത്നിച്ച ആ രണ്ടാഴ്ചത്തെ എല്ലാവരുടെയും ചെലവുകൾ, ഹോട്ടലിൽ താമസിക്കുന്നതും ബിരിയാണി കഴിക്കുന്നതും 5 സ്റ്റാർ ഹോട്ടലിൽ ഉദ്യോഗസ്ഥർ താമസിക്കുന്നതും എല്ലാ ചെലവും അതിൻ്റെ കൂടെ ഇതിൽ നിന്ന് എടുത്തു കൊടുക്കും. പിന്നെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉള്ള അവരുടെ ചെലവ് അത് പിന്നെ അതിന് അർഹതപ്പെട്ടതാണെന്ന് വിചാരിക്കാം. വീടും കൃഷിസ്ഥലവും നഷ്ടപ്പെട്ടവർക്ക്, വീട് പോയവർക്ക് വീട് വെച്ചു കൊടുക്കുന്നതിന് സമയമെടുക്കും. അത് സാധാരണഗതിയിൽ അതിന് സ്ഥലം കണ്ടെത്തണം, ബാക്കിയുള്ള സ്കീമുകളൊക്കെ തയ്യാറാക്കണം. പക്ഷെ അവരുടെ നിത്യജീവൻ്റെ മാർഗം നഷ്ടപ്പെട്ടു, തൊഴിൽ നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, കൃഷിസ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. അതിന് പരിഹാരം ഉടനെയാണ് ഈ സഹായധനത്തിൽ നിന്നാണ് അതിന് പരിഹാരം കാണേണ്ടത്. അതിന് പകരം ആ പണം എടുത്ത് സർക്കാർ ചെലവാക്കും. ഇവരുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളാൻ എല്ലാവരും മുറവിളി കൂട്ടും. എഴുതിത്തള്ളുന്ന അതൊരു പരിഹാരമല്ല. അതിനുള്ള വഴിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. നിങ്ങളിത് മുഴുവൻ കേട്ടാൽ അവസാനമാണ് ഞാൻ അതിൻ്റെ ഒരു പുതിയ പോംവഴി സജസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഇത് ചെയ്തിട്ടില്ല. അതാണ് യഥാർത്ഥ രീതിയിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് ഇപ്പോൾ 1 വർഷമായിരിക്കുകയാണ്. 100 കണക്കിന് ആൾക്കാർ മരിച്ചുപോയി ആ ദുരന്തത്തിൽ. 100 കണക്കിന് വീടുകളും അതുപോലെ മറ്റു മൃഗങ്ങളും എല്ലാം നശിച്ചു. രക്ഷപ്പെട്ടവർ പലർക്കും വീടുമില്ല, അവർ കൃഷി ചെയ്ത ഭൂമിയില്ല. അവർ പലരും ഇപ്പോഴും അഭയാർത്ഥി ക്യാമ്പുകളിലും ഒക്കെയാണ് താമസിക്കുന്നത്. 1 കൊല്ലമായിട്ട് നമ്മുടെ സർക്കാരിൽ നിന്ന് അവർക്ക് പ്രത്യേകിച്ച് ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. കുറച്ച് പേർക്ക് ഏതാണ്ട് ധനസഹായമൊക്കെ കൊടുത്തെന്ന് പറയുന്നു. പക്ഷേ 750 കോടി രൂപയോളം നാട്ടുകാരുടെ നിന്ന് പിരിഞ്ഞു കിട്ടി. അത് 100 കോടിയോളം ഗവൺമെൻറ് അതിനെ അടിച്ചു പൊളിച്ചു. അവിടെ പോയി രക്ഷാപ്രവർത്തനം നടത്തിയതിൻ്റെ ചിലവെല്ലാം എഴുതിത്തള്ളി അവരതങ്ങ് മേടിച്ചു. പാവപ്പെട്ട വീടും കൃഷിസ്ഥലവും പോയവന് ഒന്നുമില്ല. ഇതിന് കാരണം എല്ലാ ദുരന്തങ്ങളും ഉണ്ടായിക്കഴിയുമ്പോൾ ആൾക്കാർ ധനസഹായമായിട്ടങ്ങ് എത്തുകയാണ്. ഈ പാവം ആൾക്കാർക്ക് യാതൊരു വിവരവുമില്ല. ഈ ധനസഹായമൊന്നും അതിൻ്റെ ആവശ്യപ്പെട്ടവർക്ക് കിട്ടുകയില്ല. ഇത് നമ്മൾ വിചാരിക്കും ഗവൺമെൻറ് നമ്മളെ ചതിക്കില്ല. ആദ്യത്തെ തവണയെ അങ്ങനെ വിചാരിക്കാവുള്ളൂ. ഇതിപ്പോൾ ഒരു 75 കൊല്ലമായിട്ട് സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും എന്ത് പ്രകൃതി ദുരന്തം ഉണ്ടായാലും എല്ലാ ഗവൺമെൻറ്റുകളും ചെയ്യുന്നത് ഇങ്ങനെ തന്നെ. പിരിഞ്ഞു കിട്ടുന്ന പണം അവർ അവിടെ വെച്ച് അവരുടേതായ ചെലവുകളൊക്കെ നടക്കും. എന്നിട്ട് കുറച്ച് പേർക്ക് എന്തെങ്കിലും കൊടുക്കും, കുറച്ച് പേർക്ക് ഒന്നും കിട്ടത്തില്ല. അത് വിമാന ദുരന്തമായാലും അതെ, ട്രെയിൻ ആക്സിഡൻ്റ് ആയാലും, തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടാലും ധനസഹായം 10 ലക്ഷം 25 ലക്ഷം എന്ന് പ്രഖ്യാപിക്കത്തേ ഉള്ളൂ, കിട്ടത്തില്ല. പക്ഷെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഒന്ന് സമാധാനം. പിന്നെ അതിൻ്റെ പുറകെ പോകാൻ ആൾ നേരമില്ല. എന്നാന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് ഇതേപോലുള്ള അനേക കാര്യങ്ങൾ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കാൻ ആർക്കാണ് താല്പര്യം? ഇങ്ങനത്തെ ദുരന്തം കഴിയുമ്പോഴുള്ള ഭരണചക്രത്തിൻ്റെ നെറുകേടാണ് ദുരന്തത്തിൽ അനുഭവിച്ച പീഡയേക്കാൾ വലിയ പീഡ. അതായത് ബലാത്സംഗത്തിന് ഇരയാകുന്ന സ്ത്രീകൾ, അതിനേക്കാളും വലിയ പീഡനമാണ് പിന്നെ കോടതി കയറിയുള്ള കുറ്റവിചാരണയും വക്കീലന്മാരുടെ ക്രോസ് വിസ്താരം എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ യഥാർത്ഥ പീഡനം, ദുരിതം അത് കഴിഞ്ഞാണ് ആരുടെ കയ്യിൽ നിന്ന്? ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ. പക്ഷെ സാധാരണക്കാരായ കഴുതയായ മനുഷ്യന് ഇതൊന്നും മനസ്സിലാകത്തില്ല. അവർ പിന്നെ ഇങ്ങനെ ദുരിതം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് അല്ലാത്ത ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞ് കാശ് കൊടുത്ത് വലിയ തുക കൊടുക്കുന്നവരാണ് അത് പേപ്പറിലും പത്രത്തിലും ഒക്കെ വരുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ. ഈ പണം ഉണ്ടാക്കുന്ന കാര്യത്തിലും നമ്മുടെ നാട്ടിൽ സുനാമി വന്നപ്പോൾ കണ്ടതാണ്. സുനാമി വന്നപ്പോൾ കിട്ടിയ പണം കൊണ്ട് ഉമ്മൻചാണ്ടി അന്ന് പുട്ടടിച്ച് സാലറിയും അതും ഇതൊക്കെ കൊടുത്തല്ലാതെ ഈ അർഹതപ്പെട്ടവർക്ക് അത് കിട്ടിയിട്ടുണ്ട്. അത് 2018 പ്രളയം വന്നപ്പോഴും നമ്മൾ കണ്ടതാണ്. അർഹതപ്പെട്ടവർക്ക് കിട്ടത്തില്ല, അവർ എന്നും ദുരിതത്തിൽ തന്നെ. കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുക്കും, അത് കിട്ടിയ പണം മുഴുവൻ കൊടുക്കത്തില്ല. കിട്ടിയ പണം മുഴുവൻ കൊടുത്ത് അല്ല, ഈ നഷ്ടപ്പെട്ടവർക്ക് ആ അതിന് മുമ്പുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ എത്തിക്കില്ല, അത് ചെയ്യത്തില്ല. വയനാട്ടിലെ ഈ ദുരന്തം എല്ലാവർക്കും അറിയാം. വൈത്തിരി താലൂക്കിൽ ഏതാണ്ട് 5-8 സ്ഥലത്ത്
ചൂരൽമല, മുണ്ടക്കൈ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ അനേക വില്ലേജുകളാണ് മൊത്തം ഒഴുകിപ്പോയത്. ഏതാണ്ട് 750 രൂപ പിരിച്ചു കിട്ടി. കൊടുക്കത്തില്ല. എന്നിട്ട് എല്ലാ പാർട്ടിക്കാരും എല്ലാവരും മുറവിളി കൂട്ടുന്ന ഒരു കാര്യമുണ്ട്, ബാങ്കുകൾ അവർക്കുള്ള കടം എഴുതി തള്ളണം. എന്തിനാ ബാങ്കുകൾ എഴുതി തള്ളുന്നത്? ഒരു ബാങ്കിന് പൈസ ഉണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാർ അധ്വാനിച്ചുണ്ടാക്കിയ ലാഭമാണ് അവര്. ആ ജോലിക്കാരെന്തിനാ ഇവരുടെ പണം കൊടുക്കുന്നത്? ആ ജോലിക്കാരുടെ പ്രയത്നത്തിൽ നിന്ന് എന്തിനാ കടം എഴുതി തള്ളണം? ഇത് കർഷകർക്ക് വേണ്ടി കടം എഴുതി തള്ളണമെന്ന് പണ്ട് മറുപടി കൂട്ടുകാർ ഡൽഹിയിലൊക്കെ കർഷക സമരം നടന്നു. അത് ബാങ്കുകൾ എന്തിനാ എഴുതി തള്ളണം? അത് ബാങ്കിന് എവിടെ നിന്ന് കിട്ടും പൈസ? അവർക്ക് ലാഭം ഉണ്ടെങ്കിൽ അതവർ അവിടുത്തെ ആ ബാങ്കിന്റെ സിസ്റ്റത്തിലുള്ളവർ അധ്വാനിച്ചിട്ടാണ്. അതേ സ്ഥാനത്ത് വ്യവസായികൾക്കും ബിസിനസ് പീപ്പിളിനും ഹ്യൂജ് കടം, 10,000-കണക്കിന് കോടി കടമുള്ളതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് എഴുതി തള്ളി. അരുൺ ജെയ്റ്റ്ലിയുടെ ബ്രെയിനിൽ ഉദിച്ച്, അതായത് അന്നത്തെ ധനകാര്യമന്ത്രി, ഒന്നാം മോദി സർക്കാരിലെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി, പുള്ളിയുടെ ഐഡിയയിൽ പല കടങ്ങളും ബാങ്കിൻ്റെ എഴുതി തള്ളി. ഇന്ത്യയിൽ ഒരു ധന എക്സ്പേർട്ടിന്, എക്കണോമിസ്റ്റുകൾക്കോ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിക്കോ ഒരു പിടിയും കിട്ടിയിട്ടില്ല അതെങ്ങനെ നടത്തിയെന്നാണ്. അതാണ് ബുദ്ധിപൂർവമായ നീക്കം. ഈ 2-3 കൊല്ലം മുമ്പ് ഒരു 10,000 കോടി രൂപ ബാങ്കുകളുടെ കടം കേന്ദ്ര ഗവൺമെന്റ് എഴുത്തള്ളി. അതും ആർക്കും ഒരു പിടിയും കിട്ടില്ല. എന്നുവെച്ചാൽ അവര് ഞങ്ങൾ കടം എഴുത്തള്ളുന്നതിന് വേണ്ടിയാണ് പണം തരുന്നതെന്ന് പറഞ്ഞ് നല്ല പണം കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ ടെക്നിക്ക്. ആർക്കും മനസ്സിലായില്ല. അങ്ങനെ പൊതുജനത്തിന് പണം ചെലവഴിക്കുന്ന രീതി മനസ്സിലാക്കുക. ഇവിടെ ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാം നഷ്ടപ്പെട്ടവരുടെ വീടുകളൊക്കെ ഇപ്പോൾ വെച്ച് കൊടുക്കാൻ തുടങ്ങി. ഡിസംബറിൽ മുമ്പ് തീരുന്നൊക്കെ പറയുന്നത് അതൊക്കെ ഈ ആമി മൊയിലുള്ള ഓട്ടത്തിലെ മൊയിലിന് ചിന്തിച്ച പോലെയാണ്. നമ്മുടെ നാട്ടിലെ കൺസ്ട്രക്ഷൻ പ്രക്രിയ സമയം എത്ര എടുക്കുമെന്ന് ഈ ഭൂമി ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. 6 മാസത്തിനുള്ളിൽ ഒന്നും തീരത്തില്ല. ഇനി എന്തേലും തീരുകയാണെങ്കിൽ ഒരു സ്കെൽട്ടൻ പോലെ എന്തേലും ഉണ്ടാക്കി കൊടുത്തിട്ടായിരിക്കും തീരുന്നത്. അത് താമസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ചോരാൻ തുടങ്ങും. അങ്ങനെ കൊടുക്കുമായിരിക്കും. അല്ലാതെ നേരെ ചൊവ്വ ഉണ്ടാക്കുന്ന ഒരെണ്ണം കൊടുക്കാൻ അതിന് ഉണ്ടാക്കി എത്രയോ ആയിരക്കണക്കിന് വീടുകളെ കിടക്കുന്ന അലോട്ട് ചെയ്യാതെ. ഈ അലോട്ട്മെന്റ് നടക്കണമെന്നില്ല. അലോട്ട്മെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വയനാട്ടിൽ താമസിക്കാനല്ല, വേറെ തിരുവനന്തപുരം ജില്ലക്കാരനും അവിടെ വീട് കിട്ടിയെന്നിരിക്കും. അത് നിങ്ങൾ നോക്കിക്കോ. അപ്പൊ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്ക്, വരുമാന മാർഗവും ഇല്ലാത്തവർക്ക് ഈ കടം, ബാങ്കിലുള്ള കടം എങ്ങനെ തീർക്കുന്നില്ല? അതിന് സിമ്പിൾ വഴിയുണ്ട്. സിമ്പിൾ, വെരി വെരി സിമ്പിൾ. അതെന്തുകൊണ്ട് ആ വഴി ഇതിനെപ്പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും മുന്നോട്ട് വയ്ക്കുന്നില്ലെന്ന് എനിക്കറിയാം. ഈ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കിട്ടിയ പണം, ആ പണത്തിൽ നിന്നാണ് ഇവരുടെ കട എഴുതിത്തെല്ലാം ബാങ്കിന് കൊടുക്കണം. അല്ല ബാങ്കിന്റെ പൈസ എടുത്ത് എഴുതിത്തള്ളുകയല്ലേ ചെയ്യുന്നത്. അത് അവരുടെ പണമാണ്, അവരുടെ സ്വത്ത്. അവരെന്തിനാ അത് ഇവർക്ക് ലോൺ എടുത്തവർക്ക് എഴുതി കൊടുക്കുന്നത്? പൊതുജനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം പിരിച്ച് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൊടുത്തത്? ദുരിതം അനുഭവിച്ചവർക്ക് ആശ്വാസം. അവർ ആ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. ബാങ്കുകൾക്ക് കൊടുക്കണം. എന്നിട്ട് ബാങ്കിനോട് പറയണം നിങ്ങൾ അവരുടെ എഴുതിത്തരണം. ഇതാണ് ശരിയായ അപ്രോച്ച്. ഈ അപ്രോച്ചിനെ പറ്റി ഇന്ന് വരെ ഈ രാജ്യത്ത് 75 വർഷം സ്വാതന്ത്ര്യം കിട്ടിയ പിന്നെ ഒരു സംസ്ഥാനത്തും പറഞ്ഞു കേട്ടു. എന്നുവെച്ചാൽ ഇതൊക്കെ ഒരു കളിയായി. പണം കൈ വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, എവിടെയാലും നിങ്ങൾ എന്തേലും പണം ആർക്കും കൊടുത്താൽ തിരിച്ചു കിട്ടും. തിരിച്ചത് അവരുടെ ഇതിങ്ങനെ മേടിക്കാൻ ആരും കൊടുക്കത്തില്ല. നമുക്ക് അർഹതപ്പെട്ട പണമായി ലോൺ എടുത്താൽ പോലും തിരിച്ചു കൊടുക്കുന്നില്ലല്ലോ. ഈ പണം തിരിച്ച് അങ്ങോട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകുക എന്ന് പറയുന്നത് മനുഷ്യന് സഹിക്കത്തില്ല. മനുഷ്യനെപ്പോഴും പണം ഇങ്ങോട്ട് പോകാന്നേ ഉള്ളൂ. ഈ ഗവൺമെന്റ് ഈ ദുരിതാശ്വാസ ഫണ്ടിൽ കിട്ടിയ പണത്തിൽ നിന്ന് 100 കോടിയോളം അല്ലേ ചെലവാക്കിയേ. ഉദ്യോഗസ്ഥരൊക്കെ പോയി 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചു. അവിടെ ഇവിടെ തൊട്ടുള്ള വണ്ടി ചെലവും പെട്രോൾ മറ്റതും മറിച്ചെന്നൊക്കെ പറഞ്ഞ് അലവൻസും ഡെയിലി ഒക്കെ കൊടുത്ത് ഏതാണ്ട് 100 കോടി കൊടുത്തു. ഈ 100 കോടി പോയിട്ട് 50 കോടി വേണ്ട ഈ അവരുടെ ഇതെല്ലാം നഷ്ടപ്പെട്ടവരുടെ കടം എഴുതിത്തള്ളാൻ. അത് ബാങ്കുകൾക്ക് കൊടുക്കണം. ഇതാണ് ശരിയായ രീതി. നന്ദി, നമസ്കാരം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ